യൂട്യൂബ് ഇപ്പം നമ്മൾ ആസ് എ വ്യൂവേഴ്സ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്നു. നമ്മളിങ്ങനെ ചിന്തിക്കും, ആ യൂട്യൂബ് ഭയങ്കര ഈസിയുള്ള കാര്യമല്ലേ, ഇനി ഞാൻ യൂട്യൂബ് കണ്ടിന്യൂ ചെയ്യും, ഇൻസ്റ്റാഗ്രാമിൽ പടപടയെന്ന് കിട്ടും. പക്ഷേ എങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യൂട്യൂബ് അങ്ങനെയല്ല. നിങ്ങൾ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ട് അതിനൊന്നും വ്യൂസ് കിട്ടുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് തളർന്നു പോകാനാണെങ്കിൽ, നിർത്തിപ്പോവാനാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിർത്തി 1 month ഓൺ യൂട്യൂബ്. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 മാസമായി. അപ്പോൾ ഞാൻ ഈ വീഡിയോനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്തൊക്കെ യൂട്യൂബിൽ നിന്ന് പഠിച്ച് ഇനി ഞാൻ യൂട്യൂബ് കണ്ടിന്യൂ ചെയ്യും എന്നതാണ്. ഫസ്റ്റ് തിങ് യൂട്യൂബിൽ നിന്ന് ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ശരിക്കും വിചാരിച്ചത് 1-2 ആഴ്ച അല്ലെ 2-3 വീഡിയോ ഇട്ടിട്ട് ഞാൻ മതിയാക്കി കളയാം. ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എനിക്കങ്ങനെ ഒരു മടി ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ പണ്ട് മുതലേ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട്, ഇതെന്തുകൊണ്ടോ എനിക്ക് എത്ര വ്യൂസ് കുറവായിട്ടും സബ്സ്ക്രൈബേഴ്സ് കുറവായിട്ടും എനിക്ക് വീഡിയോ ഉണ്ടാക്കുന്നത് ഒരു മടുപ്പായിട്ട് എനിക്ക് ഇതുവരെ തോന്നി. അപ്പോൾ ഫസ്റ്റ് തിങ് ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് പണ്ടേ അത് അറിയുന്നൊരു കാര്യമാണ്, ഞാൻ ഇൻസ്റ്റാഗ്രാമെല്ലാം യൂസ് ചെയ്യുന്നതുകൊണ്ട്. യൂട്യൂബ് ഇപ്പം നമ്മൾ ആസ് എ വ്യൂവേഴ്സ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്നു. നമ്മളിങ്ങനെ ചിന്തിക്കും, ആ യൂട്യൂബ് ഭയങ്കര ഈസിയുള്ള കാര്യമല്ലേ, ഒരു വീഡിയോ ക്യാമറ എടുക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു, വീഡിയോ ഉണ്ടാക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു. ഈവൻ എന്താ പറയുക, എൻ്റെ അമ്മ വരെ വിചാരിച്ച കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബ് ഭയങ്കര ഈസിയുള്ള കാര്യമല്ലേ. പക്ഷേ എങ്കിൽ എന്നോട് ചോദിക്കുന്നതാണെങ്കിൽ യൂട്യൂബ് അത്ര ഈസിയുള്ള കാര്യമല്ല. യൂട്യൂബിൽ ഒരു വീഡിയോ നിങ്ങളിപ്പം ഒരു 8 മിനിറ്റിൻ്റെ വീഡിയോ കാണുന്നതാണെങ്കിൽ, ആ 8 മിനിറ്റിൻ്റെ വീഡിയോൻ്റെ പിന്നിൽ ചിലപ്പോൾ 2 ദിവസത്തെ ചിന്തയും 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചൻ്റെ പണിയും ഒരു യൂട്യൂബിൽ ചെയ്യുന്ന ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ യൂട്യൂബ് ഒരിക്കലും ഒരു ഈസി ടാസ്ക് അല്ല. അതുകൊണ്ട് നമ്മളിപ്പം ചെറിയ യൂട്യൂബേഴ്സ് എന്ന നിലയിൽ നമുക്കിപ്പോൾ വ്യൂസ് കുറയുമ്പം, സബ്സ്ക്രൈബേഴ്സ് കുറയുമ്പം നമുക്കത് വളരെ പെട്ടെന്ന് ക്വിറ്റ് ചെയ്ത് പോകാൻ തോന്നും. പക്ഷേ അങ്ങനെ ചെയ്താൽ നമുക്കൊരു കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് ഒരിക്കലും ഉണ്ടാവില്ല. രണ്ടാമത്തെ പോയിന്റ്, യൂട്യൂബ് നമ്മൾ തുടങ്ങുമ്പം, നമ്മൾ ആദ്യമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലെങ്കിലും നമ്മൾ ചെറിയ രീതിയിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടാകും, നമ്മളെ വീഡിയോ ആരെങ്കിലും ഒന്ന് കാണണം, ജസ്റ്റ് ഒരു 10-100 വ്യൂസ് എങ്കിലും കിട്ടണം, ഒരു ലൈക്ക് കിട്ടണം എന്നല്ല. നമ്മൾ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അത് നമ്മൾ പുറത്ത് കാണിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം ഉണ്ടാവും. പക്ഷേങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് ഫ്യൂ വീഡിയോസ് ആരും കാണാൻ പോകുന്നില്ല. ഇത് പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിച്ചാൽ, നമുക്ക് യൂട്യൂബിൻ്റെ ബേസിക്സ് അറിയില്ല, എങ്ങനെ ഒരു നല്ല വീഡിയോ ടൈറ്റിൽ എഴുതണം എന്നറിയില്ല, എങ്ങനെ ഒരു തംബ്നെയിൽ ഉണ്ടാക്കണം എന്ന് അറിയില്ല, അപ്പോൾ എങ്ങനെ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇടണം എന്ന് നമുക്കറിയില്ല. ഈ പറയുന്ന ഞാൻ തന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ മര്യാദയ്ക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ പോലും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ എഴുതിയതെന്ന് വെച്ചാൽ, ഹലോ ഗായ്സ്, എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അങ്ങനെയാണ് ഞാൻ എഴുതിയത്. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ടൈറ്റിൽ കൊടുക്കൂലേ, അതുപോലെ കുറച്ച്
ടൈറ്റിലും കൊടുത്ത് ഒരു ഹാഷ്ടാഗും കൊടുത്ത് ഞാൻ വിചാരിച്ച് ഒരു 2 വ്യൂ അല്ലെങ്കിൽ 5 വ്യൂ എങ്കിലും കിട്ടും. പക്ഷെ ആരും കണ്ടിട്ടില്ല. അപ്പം ആദ്യം നമ്മൾ യൂട്യൂബ് താല്പര്യമുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ അതിൻ്റെ ബേസിക്സ് നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെ ഒരു നല്ല ടൈറ്റിൽ ഉണ്ടാക്കാം, ഡിസ്ക്രിപ്ഷൻ എങ്ങനെ കൊടുക്കാം, ഇങ്ങനെ തംബ്നെയിൽ ഉണ്ടാക്കാം. ഇതെല്ലാം യൂട്യൂബിൽ തന്നെ വീഡിയോസ് ഉണ്ട്. അത് ഇപ്പോൾ കാണുന്നതിന് ഒരു നാണക്കേടും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് യൂട്യൂബ് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ അതൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ യൂട്യൂബിനെ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇത് നല്ലോണം എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് നല്ലോണം പറയാൻ പറ്റും. ഞാൻ യൂട്യൂബും ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പം ഇൻസ്റ്റഗ്രാമും ഉപയോഗിക്കുന്നുണ്ട്. കുറേ കാലം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു നിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു നല്ല റീല് അപ്ലോഡ് ചെയ്ത് അതിപ്പോൾ എന്തോ ആവട്ടെ, അത് നല്ലൊരു റീലാണെങ്കിൽ അത് ചിലപ്പം അപ്ലോഡ് ചെയ്ത് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിന് ചിലപ്പം 1000 വ്യൂസ്, 100 ലൈക്സ്. ഇപ്പം നമ്മളെ ഫ്രണ്ട്സും എല്ലാവരും അതിൻ്റെ അടുത്ത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് വ്യൂസും ലൈക്സും ഇൻസ്റ്റാഗ്രാമിൽ പടപടയെന്ന് കിട്ടും. പക്ഷേങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യൂട്യൂബ് അങ്ങനെയല്ല. ഇപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നമ്മളിപ്പോൾ വിചാരിക്കും ഈ വീഡിയോ ആയിരിക്കും നമ്മളെ എന്താ പറയുക ചാനൽ മാറ്റിമറിക്കാൻ വന്ന് നമുക്ക് ലൈക്സ് കിട്ടും, വ്യൂസ് കിട്ടും, സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. പക്ഷേ അങ്ങനെയല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യൂട്യൂബ് വളരെ സ്ലോ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോവുക. അപ്പം യൂട്യൂബിൽ ചിലപ്പം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ചിലപ്പോൾ 2 മാസം 6 മാസം ഒക്കെ കഴിയുമായിരിക്കും ഒന്ന് വ്യൂ പിടിച്ച് തരാൻ. അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് എൻ്റെ ചാനലിൽ ഇപ്പം ഏറ്റവും ടോപ്പ് മോസ്റ്റ് വ്യൂ എന്ന രീതിയിൽ പറയുന്നതാണെങ്കിൽ 70 വ്യൂസ് കിട്ടിയ വീഡിയോ ഫസ്റ്റ് 2-3 ദിവസം അതിന് ഒരു വ്യൂ പോലും ഇല്ലേ. പിന്നെ പെട്ടെന്നാണ് ഒരു ദിവസം അതിന് വ്യൂസ് കിട്ടാൻ തുടങ്ങി, അതിന് ഒരു ലൈക്ക് കിട്ടി. ആ വീഡിയോന്ന് എനിക്കിപ്പോൾ 2 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അപ്പം ഞാൻ ഇപ്പം പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്, യൂട്യൂബ് ഒരു എന്താ പറയുക ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നിങ്ങളിപ്പം ഒരു പുതിയ നിങ്ങളോ ഞാനോ ഒരു പുതിയ യൂട്യൂബർ എന്ന നിലയിൽ നമ്മൾ 5-6 വീഡിയോസ് ഇട്ട് 5-6 ഷോർട്സ് ഇട്ട് അതിനൊന്നും വ്യൂ കിട്ടുന്നില്ല എന്ന് വെച്ചിട്ട് യൂട്യൂബ് എനിക്ക് പറ്റിയ പണിയല്ല, ഞാനിത് നിർത്തുന്നതെന്ന് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ യൂട്യൂബിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. അത് ഞാൻ എൻ്റെ യൂട്യൂബ് 1 മാസത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. 4ാമത്തെ പോയിന്റ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ അനലിറ്റിക്സിന് അധികം ഫോക്കസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഒരു യൂട്യൂബ് കുറച്ച് വീഡിയോസ് ഇട്ട് അന്നേരം തന്നെ നമ്മൾ നോക്കാൻ തുടങ്ങും നമുക്ക് എത്ര വ്യൂസ് കിട്ടി, എത്ര ലൈക്സ് കിട്ടി, എത്ര ആൾ കണ്ട്. ഇപ്പം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയും കൂടി ഉണ്ടെങ്കിൽ അതിങ്ങനെ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും, ഇത് റീച്ച് കൂടുന്നുണ്ടോ, വ്യൂസ് കൂടുന്നുണ്ടോ, ഇങ്ങനെ. അത് എന്നോട് ചോദിച്ചാൽ അത് നിങ്ങളെ തന്നെ ഭ്രാന്താക്കും എന്നല്ലാണ്ട് അതിനെപ്പറ്റി അതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ, ഞാൻ ചെയ്തൊരു കാര്യമാണ്, ഞാൻ ഫസ്റ്റ് യൂട്യൂബിൽ 2-3 വീഡിയോ ഇട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് പിന്നെ ഇത് തന്നെ പണി, യൂട്യൂബ് സ്റ്റുഡിയോ ഇടുക, വ്യൂസ് കയറുന്നുണ്ടോ, എത്ര വ്യൂ ആയി, അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം കുറച്ച് ദിവസം കൊണ്ട് എനിക്കിത് മനസ്സിലായി, ഇതൊരു എന്താ പറയുക നല്ലൊരു രീതിയല്ല. അപ്പം തന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബ് സ്റ്റുഡിയോ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കി. അതാണ്. അപ്പോൾ നമ്മൾ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ, സജഷൻ പറയാനും ഞാൻ ഒരു നിലയിൽ എത്തിയിട്ടില്ല, എന്നാലും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ യൂട്യൂബ് സ്റ്റുഡിയോ അങ്ങ് ഫോണിൽ നിന്ന് അങ്ങ് ഡിലീറ്റ് ആക്കുക. എന്നിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത്
ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ വീഡിയോൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് നമ്മൾ നോക്കുക. ഒരു ചെറിയ യൂട്യൂബർ എന്ന രീതിയിൽ നമുക്ക് ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണുന്ന അനലിറ്റിക്സിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. അതെല്ലാം കുറച്ച് വ്യൂസും സബ്സ്ക്രൈബേഴ്സും എല്ലാം കയറിക്കഴിഞ്ഞാലാണ് അത് നമ്മൾ ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പം മോറൽ ഓഫ് ദ സ്റ്റോറി എന്താ പറയുക, യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തു കളയുക ഫോർ യുവർ പീസ് ഓഫ് മൈൻഡ്. ഇനി എൻ്റെ നെക്സ്റ്റ് പോയിന്റ്, യൂട്യൂബ് നമ്മളെ പല കാര്യങ്ങളും ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പല ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് SEO, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. അത് നമ്മൾ നല്ല രീതിയിൽ യൂട്യൂബ് ചെയ്യാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പം നമ്മൾ എഴുതുന്ന കാര്യം തന്നെയാണ് SEO, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. അതായത് എന്ത് സെർച്ച് ചെയ്യുമ്പം നമ്മളെ വീഡിയോ വരണം, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്ന ടാഗ്സ്, ഡിസ്ക്രിപ്ഷൻ, അത് തന്നെയാണ് SEO. അപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് പോയിട്ട് പഠിക്കുന്ന കാര്യം നമ്മൾ ഫ്രീ ആയിട്ട് പഠിക്കുന്നുണ്ട്. അത് ഫുൾ ലെങ്ത്തിൽ പഠിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ല. പിന്നെ നമ്മൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാത്ത ആളാണെങ്കിൽ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് പഠിക്കും. അത് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നമ്മൾ തനിയെ പഠിക്കാൻ എന്താ പറയുക നിർബന്ധിതനാവും. പിന്നെ തംബ്നെയിൽ ഉണ്ടാക്കാൻ പഠിക്കും. നിങ്ങൾ വെറുതെ ഒരു വീഡിയോ ഇട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇട്ട് യൂട്യൂബിൽ വ്യൂസും ലൈക്സും സബ്സ്ക്രൈബേഴ്സും കിട്ടുമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. നമ്മൾ തംബ്നെയിൽ ഉണ്ടാക്കണം, നമ്മൾ നല്ല നല്ല ടൈറ്റിൽസ് കൊടുക്കണം. അപ്പോൾ ക്രിയേറ്റീവായിട്ട് തംബ്നെയിൽ ഉണ്ടാക്കാനും എങ്ങനെ ഒരു വീഡിയോ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാമെന്നും യൂട്യൂബ് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനെല്ലാം ഒരു പൈസ ചിലവ് പോലും ഇല്ലാണ്ട് യൂട്യൂബിൽ തന്നെ വീഡിയോസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് യൂട്യൂബ് എന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട്, ഈ ഒരു മാസം നല്ല രീതിയിൽ എന്നെ പഠിപ്പിച്ചത്. എൻ്റെ ചെയ്യാൻ പോകുന്നതിന് മുന്നേ എനിക്ക് ഫൈനലൈസ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് വരണം, യൂട്യൂബ് ചെയ്യുന്ന ഇഷ്ടമാണ്, വീഡിയോസ് എടുക്കുന്ന ഇഷ്ടമാണ് എന്ന ഒരു രീതിയിലേക്ക് യൂട്യൂബിലേക്ക് വരുന്നതാണെങ്കിൽ നിങ്ങൾ 1-2 വീഡിയോസ് ഇട്ട് അതിനൊന്നും വ്യൂസ് കിട്ടുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് തളർന്നു പോകാനാണെങ്കിൽ, നിർത്തിപ്പോകാനാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിർത്തിപ്പോകും. അപ്പോൾ യൂട്യൂബിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടൊരു ഘടകമാണ് കൺസിസ്റ്റൻസി. നമ്മൾ എത്ര വ്യൂസ് കുറവാണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിലും നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാം. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് കയറി കൊളുത്തിയാൽ മതി, അത് നമ്മളെ ചാനലിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കും. നമ്മളെ സുരേഷ് ഗോപി പറഞ്ഞ പോലെ, മറ്റേ നിങ്ങൾക്കുമാകാൻ കോടീശ്വരനിൽ പറഞ്ഞ പോലെ, ഒരു ചോദ്യം മതി ജീവിതം മാറി മറിയാൻ എന്ന് പറഞ്ഞ പോലെ, ഒരു വീഡിയോ മതി ജീവിതം മാറി മറിയാൻ. അപ്പം ബി കൺസിസ്റ്റൻറ്റ്, ബി പേഷ്യൻറ്റ്. ഓക്കെ.